ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കെയിൻ കേസിൽ പോലീസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വിചാരണ കോടതി പറഞ്ഞു. അന്വേഷണ നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി വിമർശിച്ചു. വിവരങ്ങളുമായി രേഷ്മ ഒപ്പം ചേരുന്നു. രേഷ്മ, എന്തൊക്കെയാണ് വിചാരണ കോടതി പറയുന്നത്? കൃഷ്ണരാജ്, 2015 നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പേരെ പ്രതികളാക്കി കൊക്കെയിൻ പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18 8 പ്രതികളെയും കോടതി കുറ്റമുക്തരാക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ വിധിപ്പകർപ്പ് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിൽ പോലീസിന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചു. അതായത് അന്വേഷണത്തിലെ പിഴവുകളാണ് വിചാരണ കോടതി എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 8 പ്രതികളെയും കുറ്റമുക്തരാക്കേണ്ടി വന്നു എന്നും കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. കേസ് സംശയാതീതമായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അന്വേഷണ നടപടികൾ, അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചു പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വലിയ രീതിയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കൊക്കെയിന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായിട്ട് വേർതിരിച്ച് പരിശോധിക്കാൻ പോലീസ് ശ്രമിച്ചില്ല. കൊക്കെയിനിലെ ക്ലോറൈഡ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ നടപടിക്രമം ഒന്നും തന്നെ പോലീസ് സ്വീകരിച്ചില്ല. അതുമാത്രമല്ല, ഈ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കെയിൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ അത് സെർച്ച് മെമ്മോയിൽ അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നടപടിക്രമവും പോലീസ് പാലിച്ചിട്ടുമില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിധിന്യായത്തിൽ ഒരു അന്വേഷണ പിഴവായിട്ട് നിലവിൽ വിചാരണ കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 8 പ്രതികൾക്കുമെതിരെ തെളിവുകളില്ല. അതായത് പ്രോസിക്യൂഷന് മതിയായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാനോ അത് ശക്തിയുക്തം വാദിക്കുവാനോ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ 8 പ്രതികളെ, ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 8 പ്രതികളെ കുറ്റവിമുക്തരാക്കിയത് എന്നാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്.